അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കൻ ട്രംപും സന്തുഷ്ടരല്ലെന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപ് മാർക്കോ റൂബിയോ പറഞ്ഞു. ഗസയിലെ സൈനിക വിന്യാസം, ഹമാസിനെതിരായ നീക്കം, ബന്ദികളുടെ മോചനം തുടങ്ങിയ വിഷയങ്ങൾ ഇസ്രയേൽ നേതാക്കളുമായി റൂബിയോ ചർച്ച ചെയ്യും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഖത്തർ അമേരിക്കയുമായി വളരെ സൗഹാർദ്ദമുള്ള ഒരു രാജ്യമാണ്. ഖത്തർ പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം വന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അവിടെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകൾക്കും തടയിടുന്നതായിരുന്നു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണമെന്ന് പറഞ്ഞു. ഇപ്പോൾ മാർക്കോ റൂബിയോ തന്നെ പറയുന്നു അമേരിക്കയും ട്രംപും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സന്തുഷ്ടരല്ല എന്ന്. ഏത് രീതിയിലുള്ള ഒരു പ്രശ്ന പരിഹാരമാകും സാധ്യമാകുക? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ക്രിസ്റ്റിന പറഞ്ഞതുപോലെ ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ വെടിനിർത്തലിനായിട്ടുള്ള ശ്രമങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതിന്റെ നിരാശ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടിയന്തരമായി ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചത്. ഹമാസ് തടങ്കലിലുള്ള ശേഷിക്കുന്ന ബന്ദികളുടെ മോചനവും അതുപോലെ ഈ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമാണ് അമേരിക്കയുടെ പ്രഥമ പരിഗണന എന്നാണ് റൂബിയോ യാത്ര തിരിക്കും മുമ്പ് വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത്. ഖത്തറിൽ ഹമാസ് സംഘത്തിന് നേരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ലോക രാജ്യങ്ങളുടെയൊക്കെ വിമർശനം ഇസ്രായേൽ ഏറ്റുവാങ്ങിയതോടെ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇല്ലാതായി എന്ന് വലിയ തോതിൽ അറബ് ലോകവും അതുപോലെ യൂറോപ്യൻ രാജ്യവും ഒക്കെ കരുതുന്നത് കൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ വളരെ നിർണായകമാണ് ഈ ഒരു വിഷയത്തിൽ. ഖത്തറിന് നേരെയുള്ള ആക്രമണമായിരിക്കും ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നാണ് റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഈ ഗസ പട്ടണത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു സൈനിക നീക്കമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുവാൻ അമേരിക്ക ഔദ്യോഗികമായി റൂബിയോയിലൂടെ ഇസ്രായേലിനോട് ആവശ്യപ്പെടും. ബെഞ്ചമിൻ നെതന്യാഹു മനഃപൂർവ്വം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഖത്തറിൽ ഇപ്പോൾ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കയിലുള്ള രാഷ്ട്രീയ വിമർശകർ പറയുന്നത്. ഈ ഗസ പട്ടണത്തിൽ ഇസ്രായേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സൈനിക നീക്കത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നോ എന്ന് റൂബിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, എന്നാൽ മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടുതൽ പറയുവാൻ താല്പര്യമില്ലെന്നുള്ള ഒരു വെളുക്കൻ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വർഷങ്ങളായി ഇസ്രയേലിനെ പിന്തുണച്ചിരിക്കുന്ന അമേരിക്കയും ഇപ്പോൾ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തോടെ പ്രശ്നപരിഹാരമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.